ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഗോൾഡിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് വീഡിയോക്ക് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് താങ്ക്സ് കാർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. മനോരമ ന്യൂസിൽ അത് മീൻസ് ആ ഒരു വൈറലായിട്ടുള്ള ന്യൂസ് കണ്ടിട്ട് എല്ലാവരും 50,000 താഴെ ഗോൾഡ് പോകുമോ എന്ന് ആശങ്ക കാണിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മളതിൻ്റെ ഒരു വീഡിയോ ഫാക്ട് ചെക്ക് എന്നുള്ള രീതിയിൽ ഇടുകയും അതിൻ്റെ ചാർട്ടും മറ്റ് ജിയോ പൊളിറ്റിക്കൽ റീസൺസും എല്ലാം പറഞ്ഞിട്ട് ഗോൾഡിൻ്റെ വില മേലെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അതിനൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് ഞാൻ ആ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ഗോൾഡ് അല്ലെങ്കിൽ XAU/USD എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റിൽ ഒരുപാട് പ്ലേലിസ്റ്റുകളുണ്ട്. എല്ലാ പ്ലേലിസ്റ്റുകളും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കുക. നമ്മളൊരുപാട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ് യൂസ് ചെയ്യാറുള്ളത്, കൊടുക്കാറുള്ളത്. ഓക്കെ, സോ ഗോൾഡ് XAU/USD എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് നമ്മൾ ഗോൾഡിനെ പറ്റിയുള്ള ചാർട്ടുകൾ ഇടാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അനാലിസിസുകൾ ഇടാൻ വിചാരിക്കുന്നത്. സോ റെഗുലറായിട്ട് വീക്ക്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗോൾഡിൻ്റെ കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോൾഡ് 40% റിട്ടേണിൽ വിറ്റു എന്നുള്ളത്. സോ അത് എന്തുകൊണ്ട് ഞാൻ വിറ്റു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ കൂടിയാണ് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത്. അത് എന്ന് കരുതിയിട്ട് ആരും മീൻസ് ഗോൾഡ് എന്താ ഇനി വില ഇടിയാൻ പോകുകയാണെന്നുള്ളതല്ല. പക്ഷേ എന്താണ് അതിന് പിന്നിലുള്ള ലോജിക്ക് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. So let's go to the gold chart and see why I booked my digital gold at 40% return. Okay. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ XAUSDയുടെ ഗ്രാമിലുള്ള INR റേറ്റിലുള്ള ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അത് ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് അവൈലബിൾ ആണ്. ട്രേഡിംഗ് വ്യൂ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ചാർട്ട് അനലൈസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസ് ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഇൻഡിവിജ്വൽ ഓറിയൻറ്റഡ് ആയിട്ട് ചെറിയ വെബിനാറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് വെബിനാർ ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ബാച്ച് അടുത്ത വീക്ക് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് എക്സാക്ട്ലി എങ്ങനെയാണോ നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നത്, അതുപോലെ ടെസ്റ്റ് ക്ലാസ്സുകളും മറ്റൊക്കെ കൊടുത്തിട്ട് ഒരു അവസാനം പാസ്സായി കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു കോഴ്സ് സർട്ടിഫിക്കേഷനൊക്കെ ആയിട്ടാണ് അത് പ്ലാൻ ചെയ്യുന്നത്. സോ ട്രേഡിംഗ് വ്യൂ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദ ഗിവൺ നമ്പർ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ട്രേഡിങ്ങിൻ്റെ അത്യാവശ്യം ബേസിക്കുകൾ കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് വ്യൂ പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, എങ്ങനെയായാലും നമുക്കത് ഡിസ്കസ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. സോ അതിൽ തന്നെ ഫിബൊനാച്ചി ട്രേഡിംഗ് സ്ട്രാറ്റജികൾ, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ലെൻസ്, ഇതെല്ലാം എല്ലാ അസറ്റിലും, സ്റ്റോക്ക് അതുപോലെ ഓപ്ഷൻസ്, ഗോൾഡ്, സിൽവർ, ഇത്തരം എല്ലാ അസറ്റിലും എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊക്കെ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. സോ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ രജിസ്റ്റർ ആൻഡ് ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ചാർട്ട്. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സ്റ്റോക്കിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അസറ്റിൽ, അതിപ്പോൾ സ്റ്റോക്ക് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ആ ട്രെൻഡിങ്ങിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ലോസിന് സാധ്യതയുണ്ട്. അത് ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഗോൾഡോ എന്ത് അസറ്റ് ആയിക്കോട്ടെ, അതിങ്ങനെ മേലേക്ക് കുതിച്ചു പൊങ്ങുമ്പോൾ നമ്മൾ വാങ്ങാൻ പാടില്ല. അതിലൊരു കറക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ അതിന് വാല്യൂ കറക്ഷൻ എന്നാണ് പറയുക, വാല്യുവേഷൻ കറക്ഷൻ. അപ്പം ഒരു സ്റ്റോക്ക് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും അതുപോലെ വേറെന്ത് അസറ്റ് ആണെങ്കിലും എല്ലാവരും, അതായത് ജനറൽ പബ്ലിക്, റീറ്റെയിലേഴ്സൊക്കെ അത് വാങ്ങണം എന്ന് പറയുമ്പോൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതിനെക്കുറിച്ച് ആരും മിണ്ടാത്ത സമയത്താണ് അതിൽ നമുക്ക് എൻട്രി എടുക്കാനുള്ള ഒരു വാല്യൂയിലേക്ക് അത് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് 70,000 മുകളിലേക്ക് ആദ്യമായിട്ടാണ് ഗോൾഡ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വാർത്ത കൂടി കാണിക്കുകയുണ്ടായി. സോ ഇറ്റ് ഈസ് കോൺട്രാഡിക്റ്റിംഗ് ദെയർ ഓൺ സ്റ്റേറ്റ്മെൻറ്റ്. സോ അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനാലിസിസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. സോ എന്തെങ്കിലും നമ്മൾ ബേസ്ലെസ് ആയിട്ട് വാർത്ത കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് അത് കൂടി, അല്ലെങ്കിൽ ഇനി എവിടെ വരെ അത് കൂടാം, എപ്പോഴാണ് അതിൽ കറക്ഷൻ എന്നുള്ളതൊക്കെ വളരെ എന്താ പറയുക, തന്ത്രപരമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ അത്തരം വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പം ഗോൾഡ് 70,000 മേലെ പോയി കഴിഞ്ഞാൽ 80,000 മേലെ ആദ്യമായിട്ടാണെന്ന് പറയുന്ന ഒരു വാർത്തയിൽ നിന്ന് പ്രത്യേകിച്ച് ആളുകൾക്ക് കിട്ടാനൊന്നും ഇല്ല എന്നുള്ളതാണ്. സോ ആളുകൾക്ക് സഹായകരമാവുന്ന രീതിയിലുള്ള അനാലിസിസുകൾ പ്രത്യേകം മെയിൻ സ്ട്രീം മീഡിയകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ പറഞ്ഞു വന്നത്, ഒരു ട്രെൻഡിങ് സ്റ്റോക്ക് അല്ലെങ്കിൽ ട്രെൻഡിങ് അസറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് ട്രെൻഡ് ഭയങ്കര പീക്ക് ആവുന്ന സമയത്ത് അതിൽ എൻട്രി എടുക്കാതെ ആ ട്രെൻഡിൽ നിന്നുള്ള വാല്യൂ കറക്ഷനിൽ മാത്രം നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക്, അല്ലെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഫിബൊനാച്ചി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഫിബൊനാച്ചിയുടെ വാല്യൂ ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഈ ഒരു ഏരിയ, അതായത് 0.6182 0.382.
സോ ഇതിനൊരു വാല്യൂ ബോക്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. സോ ഈ ഒരു ഫിബൊനാച്ചി സ്ട്രാറ്റജി ഒക്കെ നമ്മൾ ഈ ഒരു വെബിനാറിൽ പഠിപ്പിക്കുന്നതാണ്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിക്കാവുന്നതുമാണ്. സോ സാധാരണഗതിയിൽ ഈ ഒരു വാല്യൂ ബോക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, വാല്യൂവിൽ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ 1.382 അല്ലെങ്കിൽ 1.618 ഈ ഒരു ഏരിയയിലേക്കാണ്, അല്ലെങ്കിൽ ഈ ഒരു ബോക്സിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ഒരു ടാർഗറ്റ് ആയിട്ട് എടുക്കാറുള്ളത്. സോ ഒരു 27% ആയിരുന്നു ഒരു 6 മാസത്തെ റിട്ടേൺ ആയിട്ട് ആദ്യത്തെ ഒരു ബ്രേക്ക് ഔട്ട് എന്നുള്ള രീതിയിൽ ഗോൾഡിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത് സംഭവിച്ചത് ഒക്ടോബർ 23 മുതൽ 2023 ഒക്ടോബർ 5 മുതൽ 2024 ഏപ്രിൽ 4 വരെയായിരുന്നു ആ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ ഒരു കൺസോൾട്ടേഷൻ സംഭവിച്ചിട്ടുള്ളത്. കൺസോൾട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു അസറ്റ് ഭയങ്കരമായി മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റ് ബിഗ് പ്ലെയേഴ്സൊക്കെ ആ ഒരു അസറ്റിനെ വീണ്ടും നല്ല ഫെയർ വാല്യൂവിൽ അക്യുമുലേറ്റ് ചെയ്യും. സോ ഈ ഒരു കൺസോൾട്ടേഷൻ നമ്മൾ അക്യുമുലേഷൻ എന്ന് കൂടി വിളിക്കാറുണ്ട്. സോ ആ അക്യുമുലേഷൻ ബോക്സ് കൂടി ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത ഫിബൊനാച്ചി ടാർഗറ്റ് ആയിട്ടുള്ള 2.618ലേക്ക് പോകുന്നത്. വീണ്ടും ഞാൻ കഴിഞ്ഞ ബോക്സിലൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസത്തെ അനാലിസിസിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ബോക്സ് ആ ഒരു ഫിബൊനാച്ചി ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വീണ്ടും നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നത്, അതായത് 3.618. അപ്പം ഇവിടെയൊക്കെ എത്തുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സെൽ ഓഫ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരു 2.618 എത്തിയ സമയത്ത് എത്തിയ ഉടനെ തന്നെ നല്ല രീതിയിലൊരു 8% സെൽ ഓഫ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ 3.618 എത്തിയ സമയത്ത് നമുക്ക് വീണ്ടും ഒരു 5 to 6% ഇത് കാണാനുണ്ട്. സോ അടുത്ത ഫിബൊനാച്ചിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4.236 ആണ്. അതായത് 9269 എന്ന് പറയുന്ന ഇന്ത്യൻ റേറ്റിലേക്ക് ഗോൾഡ് എത്തുന്ന സമയത്ത് നല്ല രീതിയിലൊരു സെൽ ഓഫ് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു സെൽ ഓഫ് വരും. ആ സെൽ ഓഫ് നമുക്ക് മുൻ കാലഘട്ടത്തിൽ ഉണ്ടായത് ഒരു 5 to 6% ഒക്കെ ആണല്ലോ. സോ അതൊരു ഈ ഒരു ഏരിയ വരെ വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു സമയത്ത് വീണ്ടും റീ എൻട്രി എടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 എയിം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബോക്സ് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ഇതിന് ഗേറ്റ് വേ എന്നാണ് പറയുക, 0.618 1.382 അല്ലെങ്കിൽ 1.618 എന്ന് പറയുന്ന ഈ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്നത് ഗേറ്റ് വേ എന്നാണ്. അപ്പോൾ ഈ ഒരു ഗേറ്റ് വേ സക്സസ്ഫുള്ളി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിലാണെങ്കിലും മറ്റേത് അസറ്റിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അത് മുകളിലേക്ക് 4 വരെയെങ്കിലും പോകുന്ന തരത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മസ്ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോക്കിൽ നമ്മൾ ഇതേപോലെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ താഴേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കറിയാം, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമുക്ക് 0.618 എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് വന്നു. ദെൻ ഈ 1.382 1.618. സോ അവിടം വരെ മസ്ഡോക്കിൽ ഉണ്ടായിരുന്നത് ഇതേ സ്ട്രാറ്റജി നിങ്ങൾക്ക് പല സ്റ്റോക്കുകളിലും കാണാൻ പറ്റുന്നതാണ്. ഇതൊരു വണ്ടർഫുൾ സ്ട്രാറ്റജിയാണ്. 87 ഡേയ്സിൽ നമുക്കൊരു 106% റിട്ടേൺ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ ആ ഒരു ഗേറ്റ് വേ മറികടന്നപ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഒരു മൂവ്മെൻറ്റ് അത് 4 വരെ പോകുമെന്നുള്ളത്. സോ ഇതേ ലോജിക്കാണ് കണ്ടില്ലേ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 4ഉം കഴിഞ്ഞിട്ട് പിന്നെയും പോയിട്ടുണ്ട് ആ സ്റ്റോക്ക്. അപ്പോൾ 4 ഒക്കെ എത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലൊരു സെൽ ഓഫ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സ്റ്റോക്കിൽ. കണ്ടില്ലേ, ഒരു 29%, 30% സെൽ ഓഫ് അവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇതേ സ്ട്രാറ്റജി വീണ്ടും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തൊരു ലെവലിലേക്ക്. 4 ആയി കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ 4 ഇവിടുന്ന് തന്നെ ആയിട്ടുണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഇനി ഒരു ഫ്രഷ് ട്രെൻഡ് എന്നുള്ള രീതിയിൽ മസ്ഡോക്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. സോ അത് നമ്മൾ ഇന്നലെ വെബിനാറിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതേ ഐഡിയ തന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. XAU USDG ഇന്ത്യൻ സംഗതിയിലും നമ്മൾ കണ്ടിട്ടുള്ളത്. USDൻ്റെ കേസിൽ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ കേസിലും എടുത്തിട്ടുള്ളത് 4 എന്ന് പറയുന്ന ആ ഒരു ഫുൾ ബ്ലോൺ ബ്രേക്ക് ഔട്ടിൻ്റെ ടാർഗറ്റിലേക്ക് എത്തുക എന്നുള്ളത്. സോ 9269 ടാർഗറ്റ്. ബട്ട് എനിക്ക് ആ 9269 എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ജാർ ആപ്പിൽ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് ഈ ഒരു റേറ്റ് എൻ്റെ ഡിജിറ്റൽ ഗോൾഡിന് കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു റേറ്റിലേക്ക് നമ്മളുടെ ഗോൾഡ് റേറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ ഡിജിറ്റൽ ഗോൾഡിൽ എനിക്ക് ആ ഒരു റേറ്റ് കിട്ടിയതുകൊണ്ട് എനിക്കത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ കൺവിക്ഷൻ അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഐ സോൾഡ് ദ ഗോൾഡ് ആൻഡ് ദ DXY ഈസ് നിയറിങ് ഇറ്റ്സ് വീക്ക്ലി സപ്പോർട്ട്. നമുക്കറിയാം DXYയും ഗോൾഡും, അതായത് ഡോളർ ഇൻഡെക്സും ഗോൾഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പം DXY എങ്ങാനും ഇവിടുന്ന് ഇനി തിരിച്ച് കയറാൻ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ റേറ്റ് കുറയുകയും ചെയ്യും. സോ അത്തരം റീസൺ കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളൊരു ഗ്രീഡ് ഉണ്ടാവാൻ പാടില്ല. അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ
ആ ഗ്രീഡിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുക എന്നുള്ളതാണ്. സോ ഇവിടുന്നാണ് ഈ ഒരു ബൈ ഇൻഡിക്കേഷൻ നമ്മളുടെ തന്നെ ഇൻഡിക്കേറ്ററാണ് നൈസ് ട്രേഡ് ബൈയിങ് പ്രഷർ ഇൻഡിക്കേറ്റർ എന്നാണ് പറയുക. അപ്പോൾ ബൈ പ്രഷർ ഉള്ള സമയത്ത് നമ്മളതിൽ എടുക്കുക എന്നുള്ളതാണ്. സോ അത് ഓരോ സമയത്തും നമുക്ക് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ കാണിച്ച് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നലെയാണത് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഏകദേശം 42% മൂവാണ് ഉണ്ടായിരുന്നത്. സോ ഐ ബുക്ക് ദാറ്റ് 42% ഇൻ ഗോൾഡ്. സോ ദാറ്റ് ഈസ് ദ റീസൺ. ആൻഡ് നമ്മൾ ആ ഒരു ഗ്രീഡിലേക്ക് മാറി നിൽക്കാതെ നല്ല റിട്ടേൺ കിട്ടുന്ന സമയത്ത്, എസ്പെഷ്യലി ഡിജിറ്റൽ ഗോൾഡൊക്കെ ആണെങ്കിൽ നല്ല റിട്ടേൺ ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഇനി വേണമെങ്കിൽ താഴേക്ക്, കാരണം നമുക്കറിയാം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് പറയുന്നത് വളരെയധികം എസ്കലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഡോളർ ഭയങ്കരമായിട്ട് ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോളർ ക്രാഷ് ചെയ്യുമ്പോഴാണ് ഗോൾഡിൻ്റെ റേറ്റ് കൂടുക. കാരണം നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡ് ഈ ഏതെങ്കിലും ഒരു അസറ്റിനാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഗോൾഡിൻ്റെ റേറ്റ് കൂടാനുള്ള മറ്റൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഡോളറും അല്ലെങ്കിൽ അമേരിക്കയായിട്ട് ചൈനക്കുള്ള ഇഷ്യൂവിൽ ചൈന ക്സി ജിൻപിങ് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ ഇനി വാങ്ങിക്കണ്ട, അതിന് പകരം ഗോൾഡ് വാങ്ങിച്ചാൽ മതിയെന്ന് ബാങ്കുകളോട് ക്സി ജിൻപിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഗോൾഡിൻ്റെ ഡിമാൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഭയങ്കര യൂസ്ഫുള്ളായി. കാരണം പല ആൾക്കാരും 10-9 പവൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരു പവനിൽ തന്നെ ഒരു 4000 രൂപയൊക്കെയാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. സോ അത് അവർക്കൊരു ഹെൽപ്പായി എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സോ അതുപോലെ തന്നെ നമുക്ക് ഇത് എവിടുന്ന് നമുക്ക് പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാമെന്നുള്ളത് കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. 9271 എന്ന് പറയുന്ന റേറ്റിൽ നല്ലൊരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദെൻ ദെർ വിൽ ബി എ സെൽ ഓഫ് ഇൻ ഗോൾഡ്. സോ അതിന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്സി ജിൻപിങ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഈ ഗോൾഡിൽ ഇങ്ങനെ ഒരു ഡിമാൻഡ് വന്നിട്ടുള്ളത്. അപ്പം ഡോളർ ക്രാഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രംപ് എന്തെങ്കിലും രീതിയിൽ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡോളറിനെ ഒന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെഷറുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മെഷർ വരുന്ന സമയത്ത് പെട്ടെന്ന് ഗോൾഡിലൊരു സെൽ ഓഫ് നടക്കും. സോ നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ബെനിഫിറ്റൊക്കെ ചിലപ്പം പെട്ടെന്ന് തന്നെ അത് ഇറേസ് ആയി പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എപ്പോഴാണോ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നത്, ആ ബെനിഫിറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്രീഡ് ഇല്ലാതെ എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ട്രേഡിംഗ് സൈക്കോളജിയുടെയും ട്രേഡിംഗ് ഡിസിപ്ലിൻ്റെയും പാർട്ടായതുകൊണ്ടാണ് ഞാനത് ബുക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. നമ്മളിനി ഗോൾഡിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വേറെ പല അനാലിസിസിലൂടെ ഇടുന്നതാണ്. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ, ആൻഡ് ഇഫ് യു വാണ്ട് ടു രജിസ്റ്റർ ഫോർ അവർ വെബിനാർ, പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ, സീ യു, ബൈ ബൈ.